RSS മുഖപത്രമായ ഓർഗനൈസർ ഇന്ന് മോഹൻലാലിനെതിരെ ലേഖനം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ഷാർജയിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു വിമർശനം. എന്താണ് ഓർഗനൈസറിൽ പറഞ്ഞിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഓർഗനൈസർ ആ ലേഖനം ഇല്ല. പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമല്ല, ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ഈ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസമാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി സംഘർഷം അതിർത്തിയിൽ നടക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി വഹിക്കുന്ന ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസം എന്നാണ്. നിലവിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനമില്ല. ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി ഒരു ഓണററി പദവിയാണ്. മോഹൻലാൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. ഗൾഫ് മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണ്. ജമാഅത്തെ ഇസ്ലാമി ദേശവിരുദ്ധ സംഘടനയാണ് എന്ന നിലപാട് സർക്കാരിനില്ല. അത് ബാൻ ചെയ്ത സംഘടനയല്ല. ഓണററി സൈനിക പദവി പിൻവലിക്കണം എന്നാണ് ഈ ഓർഗനൈസർ പറയുന്നത്. എമ്പുരാൻ ഇസ്ലാമിക ഭീകരതയോട് അനുകമ്പയുള്ള സിനിമയാണ് എന്ന് പറയുന്നു. പിന്നീട് അതിൽ സെൻസറിംഗ് നടന്ന് നമ്മൾ കണ്ടു. സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് അംഗീകാരം സ്വീകരിക്കുമോ എന്നുകൂടി ചോദിച്ചാണ് ഓർഗനൈസർ വിവാദമായ ലേഖനം എഴുതിയത്. എന്നാൽ ആ ലേഖനം പിന്നീട് വിവാദമായതിനെ തുടർന്ന് ഓർഗനൈസർ തന്നെ പിൻവലിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, നമ്മുടെ മോദിജി ഉണ്ടല്ലോ, മോദിജി ഖത്തർ അമീറിനെ കെട്ടിപ്പിടിച്ച സമയത്ത് എന്തിയാ ഓർഗനൈസറെ നിങ്ങൾ ഇട്ടില്ല? അതായത് ഹമാസ് പോലത്തെ ഒരു ഭീകര സംഘടന, നമ്മുടെ RSSന്റെ വാക്യായിട്ടാണ് പറഞ്ഞത്, ഹമാസ് പോലത്തെ ഭീകര സംഘടനയുടെ മൊത്തം ആളുകളെയും അവരുടെ തലവന്മാരായിട്ടുള്ള സിൻവറിനാണെങ്കിലും ഇസ്മായിലിനെ ആണെങ്കിലും ഇവരെല്ലാവരെയും അങ്ങ് ഖത്തറിൽ ഇരുത്തി അവർക്ക് കാശും കൊടുത്ത് ആയുധവും കൊടുത്ത് അവർക്കുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്ത ഖത്തറിനെ പോലത്തെ ഒരു രാജ്യത്തിൻ്റെ അമീർ വന്നപ്പം പ്രോട്ടോകോൾ വരെ മറികടന്ന് മോദിജി കെട്ടിപ്പിടിച്ച്. കാരണം എന്താ, ഇവിടേക്ക് കുറച്ച് പൈസ ഇറക്കുന്നുണ്ട് പുള്ളി, അല്ലേ? $10 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് പുള്ളി ഇവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോദിജിക്ക് ഇല്ലാത്തത് മോഹൻലാലിന് വേണോ? മോദിജി ആരാണ്? മോഹൻലാൽ ജസ്റ്റ് ഒരു ഹോണേഡ് കേണൽ പദവിയുള്ള ഒരാൾ മാത്രം. മോദിജി രാജ്യം ഭരിക്കുന്ന നിങ്ങളുടെ തലവൻ, നമ്മുടെ എന്താ പറയുക, പ്രധാനമന്ത്രി. പുള്ളിക്ക് ഇത് ചെയ്യാമെങ്കിൽ അപ്പോൾ പുള്ളിനെ നിങ്ങൾ ദേശവിരുദ്ധൻ നിങ്ങൾ പറയൂ? അതില്ലല്ലോ അല്ലേ? കാരണം എന്താ, പുള്ളി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ അവിടെ ഈ പറഞ്ഞ കലാപം ഉണ്ടായതും. അതാണല്ലോ മോഹൻലാലിൻ്റെ സിനിമയിൽ വന്നതും, അല്ലേ? ഒരു സാമാന്യ ബോധം വേണം. അത് ഓർഗനൈസർ ആണെങ്കിലും വേണ്ടില്ല, ഏത് കേസറന്മാരാണെങ്കിലും വേണ്ടില്ല, ഏത് സംഘികളാണെങ്കിലും വേണ്ടില്ല. മോദിജി കാണിച്ച് നിങ്ങൾ ഈ പറഞ്ഞ മോഹൻലാൽ കാണിച്ച് ചെറ്റത്തരാടെ മോദിജി കാണിച്ച് എന്താ നിങ്ങൾ എന്നോട് തീരുമാനിക്കണം.